ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രയൽ ബാലൻസ് വായിക്കാൻ അറിയണം. ട്രയൽ ബാലൻസ് കണ്ടാൽ ഓരോ ഹെഡുകളും എന്താണ്, ഇത് കിട്ടാനുള്ളതാണോ കൊടുക്കാനുള്ളതാണോ, ഓരോ ഹെഡിനെ പറ്റിയും ക്ലിയർ ആയിട്ട് ട്രയൽ ബാലൻസ് വായിക്കാൻ അറിഞ്ഞിരിക്കണം. അല്ലാതെ നമുക്ക് ഒരാളെ അക്കൗണ്ടന്റ് എന്ന് പറയാൻ വേണ്ടി പറ്റൂല. അപ്പൊ എനിക്ക് നിങ്ങളോട് ഒരു ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ട്രയൽ ബാലൻസ് കിട്ടി. ആ ട്രയൽ ബാലൻസ് നോക്കുമ്പോൾ ഒരു ABC ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു പാർട്ടി, ഇത് നമ്മളുടെ ക്രെഡിറ്ററാണ്. ABC ട്രേഡേഴ്സ് ക്രെഡിറ്ററാണ്. പക്ഷേ ആ പാർട്ടിയുടെ ബാലൻസ് ഉണ്ട് ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് ബാലൻസിൽ പോയി നിൽക്കുന്നത്. അതെന്തായിരിക്കും അങ്ങനെ വരാനുള്ള കാരണം? കാരണം നമ്മളുടെ ക്രെഡിറ്റർ ആണ് ABC ട്രേഡേഴ്സ്, പക്ഷേ അവരുടെ ബാലൻസ് ഉള്ളത് ഡെബിറ്റ് ബാലൻസ് ആയിട്ടാണ് ബാലൻസ് ഉള്ളത്. അപ്പൊ എന്തായിരിക്കും കാരണം എന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്ന് കറക്റ്റ് എന്താ കാരണം എന്നൊന്ന് ഇവിടെ കമന്റ് ആയിട്ട് നിങ്ങൾ അറിയിക്കുക. ഇതൊക്കെ അറിയണം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോയാലോ ഒരു ട്രയൽ ബാലൻസ് നിങ്ങൾക്ക് കിട്ടിയാലോ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂല. പിന്നെ നമ്മുടെ ചാനലിൽ ട്രയൽ ബാലൻസിന് ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവര് ഒന്ന് പോയി കാണണം കേട്ടോ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ. ഓക്കെ, ശരി.